കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ ദൃശ്യക്കൊലക്കേസ് പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രതി വിനീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയെങ്കിലും എവിടേക്ക് കടന്നുവെന്നത് സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. കേരളത്തിൽ ഞെട്ടിച്ച കൊടും കൊലപാതക കേസിലെ പ്രതി പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യ എന്ന 21-കാരിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിടുന്ന വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയിട്ട് 2 ദിവസം പിന്നിട്ടു. പോലീസിന് ഇതുവരെയും ഇയാളെ കണ്ടെത്താനായിട്ടില്ല. ഡിസംബർ 12-ാം തീയതിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ വിചാരണ തടവുകാരനായ മലപ്പുറം സ്വദേശി വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സയ്ക്കായി മാറ്റിയത്. ജയിലിൽ വച്ച് മാനസികാസ്വാസ്ഥ്യം കാണിച്ചതിനെ തുടർന്ന് കോടതി ഇടപെട്ടാണ് വിനീഷിനെ കുതിരവട്ടത്തേക്ക് മാറ്റിയത്. ഡിസംബർ 29 രാത്രി 9 മണിവരെ പ്രതി വാർഡിലുണ്ടായിരുന്നു. ഓരോ മണിക്കൂറിലും ഇടവിട്ട് പതിവ് പരിശോധനയാണുള്ളത്. എന്നാൽ 11 മണിക്ക് പരിശോധനയ്ക്കായി ഡോക്ടർ എത്തിയപ്പോഴാണ് വിനീഷിനെ കാണാനില്ലെന്ന് കണ്ടെത്തിയത്. ആശുപത്രി അധികൃതർ ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാർഡിനോട് ചേർന്നുള്ള ശുചിമുറിയുടെ ഭിത്തി തുരന്ന് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് കടന്ന് അവിടെ നിന്നും മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെടുന്ന സമയം ഇയാൾ അടിവസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2021 പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയെ വിനീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട ശേഷമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി പെൺകുട്ടിയെ കുത്തിവീഴ്ത്തിയത്. ദൃശ്യ കടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ റൂം കയറി വന്നിട്ടാണ് കുത്തിയിരിക്കുന്നത്. അത് കണ്ട് നിലവിളി അനിയത്തി വന്നപ്പോൾ അനിയത്തിയും കുത്തിയിരിക്കണം. ഈ ചെറിയ കുട്ടിയാണ് ഇപ്പോൾ പറയുന്നത് നെഞ്ഞത്ത് കുത്തേറ്റിട്ടാണ് കുട്ടി മുന്നിലേക്ക് വരണം, പിന്നെ സിറ്റ് ഔട്ടിലേക്ക് വരണം. ഇങ്ങോട്ട് വന്നപ്പോഴാണ് പറയുന്നത് ചേട്ടത്തി അവിടെ ഹാളിൽ കിടക്കണം. അപ്പോൾ ഹാളിൽ നോക്കിയപ്പോൾ ചേട്ടത്തിയും കുത്തേറ്റിട്ട് ഹാളിൽ കിടക്കുകയാണ്. റിമാൻഡിലായ വിനീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. ഇതിനിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് 2022 വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2022 പ്രതി കുതിരവട്ടത്ത് നിന്ന് ചാടിപ്പോയെങ്കിലും പിന്നീട് പോലീസിന്റെ പിടിയിലായി. ഇതിനിടെ കൊതുകുതിരി കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവവും ഉണ്ടായി. ഇതാദ്യമായല്ല കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിനീഷ് ചാടിപ്പോകുന്നത്. 2022 ഓഗസ്റ്റ് 15-നും ഇയാൾ കുതിരവട്ടത്തു നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്ന് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നുമാണ് വിനീഷിനെ പോലീസ് പിടികൂടിയത്. എന്തുകൊണ്ടായിരിക്കാം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനാകുന്നത്? അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തും വിനീഷിനായി കേരള പോലീസ് വല വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അധിക ദിവസം ഇങ്ങനെ ഒളിവിൽ കഴിയാൻ അയാൾക്കാകില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.